ചോദിക്കട്ടെ? എന്നാ മോനെ ചോദിക്ക്. ഡാഡിന്റെയും മമ്മേന്റെയും ലവ് മാരേജ് ആണോ അതോ അറേഞ്ച് മാരേജ് ആണോ? ഓ, ലവ് മാരേജാ. അപ്പോ അവർക്ക് ലവ് സ്റ്റോറി ഉണ്ടാവുമല്ലോ. ആടാ, ഉണ്ടടാ. എന്നറിയേ, എനിക്കത് പറഞ്ഞു തരുമോ? പിള്ളേരെന്തിനാ ഇതൊക്കെ അറിയുന്നത്? ഇന്നുവിന്റെ ഡാഡിയുടെ മമ്മീന്റെ സ്റ്റോറി ഇല്ലേ, അതൊക്കെ അവള് പറഞ്ഞു തന്നു എന്നോട്. അതുപോലെ എനിക്ക് അവളോട് പറയണം. അതുകൊണ്ടാ ചോദിക്കുന്നത്. അമ്മമ്മ പ്ലീസ് പറഞ്ഞതാ. പറഞ്ഞുതരാം. ഓഹോ, ഇതാരത്? മെറ്റല്ലയോ? എന്തിനാ വന്നേ? സോഫിനെ കാണാനാ? അല്ല, ഗ്ലോറി ചേച്ചിനെ കാണാനാ വന്നേ. ഗ്ലോറി ചേച്ചിനെയോ? എന്നാ കാര്യം? അതൊന്നുമില്ല, ഗ്ലോറി ചേച്ചി എന്നെ വിളിച്ചു, അതുകൊണ്ടാ വന്നേ. ആണോ? മമ്മി കഴിക്കാൻ എന്തെങ്കിലും താ.上北下南，左西右东，东南东北，西北西南，步步高升，八方来财，四海为家，家兴旺，百事可乐，千事吉祥，万事如意，顺风顺水，天道酬勤，鹏程万里。你不给你表示了吗？啊？നീ എന്തിനാ ഇവിടെ വന്നേ? നിന്നോടാണ് ഇങ്ങോട്ട് വരാൻ വന്നേ. ഇതെന്റെ വീടാ. ഞാൻ നിന്നെയൊന്നും കാണാനല്ലേ വന്ന്, ഞാൻ ഗ്ലോറി ചേച്ചിനെ കാണാൻ വന്നേ. ഗ്ലോറി ചേച്ചി എന്നെ ഇങ്ങോട്ട് വിളിച്ചേ. ആഹാ, അവളെന്തിനാ ഇപ്പൊ ഇവളെ വിളിക്കണേ? ചേച്ചി, ചേച്ചി. Cuando tú te mueves, esos movimientos sexy siempre me entretiene. Sabes manipularme bien con tu cadera. No sé por qué me tienes en lista de espera. Te dicen por ahí que voy a hacer necesidad. എന്താ ഇപ്പൊ വിളിച്ചേ? മെറ്റല, നീ വന്നോ? ഈ മെറ്റല തന്നെ കാര്യം. എന്നാ അവളെ ഇപ്പൊ വിളിച്ചതിന് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ട്. അവളെ ഇപ്പൊ എന്തിനാ വിളിച്ചേ? എനിക്കൊരു കാര്യമുണ്ട്, അതുകൊണ്ടാ. മെറ്റല, നീ എന്റെ റൂമിലേക്ക് പോയിക്കോ. ഞാൻ പോവാ. എന്താടി അവർ തമ്മിൽ പ്രശ്നം? എൻ്റെ മമ്മി, ഇവർ തമ്മിൽ രാവിലെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. എന്നിട്ട് മെറ്റല എന്നോട് കരഞ്ഞുകൊണ്ട് വിളിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇവരെ ഒന്ന് സെറ്റാക്കി എടുക്കണ്ടേ? ഈ സോഫിയെ കൊണ്ട് തോറ്റു. ഇവൾക്ക് ഇത് തന്നെയാണ് പരിപാടി. എനിക്കറിഞ്ഞൂടാ. ഇനി ഇവരെ രണ്ടുപേരും ഒന്ന് കൂട്ടുപിടിപ്പിച്ചിട്ട് വേണം എനിക്ക് വേറെ പണിക്ക് പോകാൻ. ഇനിയിപ്പോൾ അവർക്ക് മെറ്റലയ്ക്ക് വേണ്ടി എന്തെങ്കിലും തിന്നാൻ ഉണ്ടാക്കട്ടെ. എന്താ പറ്റിയേ? എന്റെ ശരി, ഇപ്പൊ അങ്ങനെ ആയാലേ. നേരത്തെ രണ്ടും കണ്ണനെ പോലെ നോക്കുവാന്നിരിക്കുമ്പോ ഇപ്പൊ കണ്ടില്ലേ, സക്കോടൂന്ന് വിളിച്ചോണ്ട് പോകുന്ന കണ്ടില്ലേ രണ്ടും. അല്ലേലേ ചേച്ചി കാരണം ഞങ്ങൾ രണ്ടും എപ്പോഴും അടി ഓടുന്നത്. ഇനി എല്ലാം എന്റെ തലക്കോട്ട് ഇട്ടോ. എനിക്ക് അറിയായിരുന്നു അവസാനം എന്റെ തല ഫുൾ ഓണ്. നിങ്ങളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്റെ കണക്കായി പോയി. നിനക്ക് മാരേക്കൊന്നും തിന്നല്ലേ, മാശി കയറി തിന്നല്ലേ. നന്നായി. എന്റെ ആശുപത്രിക്കുണ്ട്. ഇന്ന് എത്ര പേഷ്യൻസ് വന്നു? ഇന്ന് 30 എണ്ണം. 30 എണ്ണോ? ഞാൻ കണ്ടില്ലല്ലോ. എന്റെ അടുത്തേക്ക് 1-2 എണ്ണം വന്നിട്ടുള്ളൂ. അതെങ്ങനെയാ? ഡോക്ടർ ജാനീന്റെ അടുത്തോട്ടല്ലേ എല്ലാവരും പോവാറുള്ളൂ. വെറുതെ അല്ല ഒറ്റ കാണാത്തെ. അവന്റെ സൗന്ദര്യം കണ്ട എല്ലാ പെണ്ണുങ്ങളും അങ്ങോട്ട് പോവാ. എനിക്ക് തന്നെ 2 ആണുങ്ങൾ അങ്ങോട്ട് വന്ന്. സൗന്ദര്യം ഇല്ലാതെ പോയേ നമ്മളെന്ത് ചെയ്യാനാ? അല്ല, ഇതെന്താ സൗന്ദര്യെ കുറിച്ചിട്ടുള്ള ടോക്ക്? നീ വന്നോ? നിന്റെ കാര്യമായി പറഞ്ഞോണ്ടിരുന്നേ. എന്റെ കാര്യോ? എന്താ? അല്ല, ഉള്ള പെണ്ണുങ്ങളെല്ലാം നിന്റെ പുറകെ ആണല്ലോ. നമുക്കൊന്നും ആൾക്കാരില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ? എനിക്ക് ഗേൾഫ്രണ്ട് ഒന്നുമില്ല. അതിന് നിനക്കില്ലാത്ത? വേണോ? അല്ല, വെറുതെ ചോദിച്ചതാ. നീ ഇത്രയും സൗന്ദര്യമുള്ള അവനാണല്ലോ.
നിനക്ക് എന്തായാലും ഗേൾഫ്രണ്ട് ഉണ്ടാവുമല്ലോ. ഒന്ന് പോയാടാ, വാ കഴിക്ക്. സത്യം പറഞ്ഞ ഗേൾഫ്രണ്ട് ഉണ്ടോ? എനിക്ക് ഗേൾഫ്രണ്ട് ഒന്നും ഇല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ പോലത്തെ ആരും ഇല്ല. ഇല്ലേ? ഇന്നലെ തന്നെ ഒരു നല്ല സുന്ദരിയായ പെൺകുട്ടി വന്ന് നിന്നോട് പ്രൊപ്പോസ് ചെയ്തുള്ളൂ. എന്നിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് സൗന്ദര്യം വെച്ചിട്ടല്ല, സ്വഭാവം വെച്ചിട്ടാ. എന്റെ ഈ സൗന്ദര്യത്തിൽ മയകാത്ത പെണ്ണ്, അതിനെയാണ് എനിക്ക് വേണ്ടത്. ഇതാണ് പറയുന്നത്. വേണമെന്ന് പറഞ്ഞവർക്കില്ല, വേണ്ടെന്ന് പറയുന്നവർക്കുണ്ട്. ഇതാ അവസ്ഥ. നിങ്ങളെ കഴിക്ക്. ഇതാരാ വന്നേക്കുന്നത്? കഴിക്കുന്ന സമയക്കൂല്ലേ? ഞാൻ പോയി ഓപ്പൺ ആക്കാം. लास्ट क्वेश्चन उन एस्पिरेंट के लिए जो यूपीएससी के फील्ड में आना चाहते हैं, उनके स्टेप क्या होने चाहिए? Oh my god, American listening. ഇങ്ങോട്ട് ലാൻഡാക്കി. അത് നിന്റെ തന്തയാടാ. നീ വന്നോടി നാട്ടിലേക്ക്? പ്രത്യേക സാഹചര്യത്തിൽ നാട്ടിലേക്ക് വരേണ്ട ആവശ്യം വന്നു. അതെന്ത് പ്രത്യേക സാഹചര്യം? അതൊക്കെ പറയാനുണ്ട്. നീ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നോ? കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നാ പിന്നെ നീ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അതെന്നാ നമ്മളറിയാത്ത കാര്യം? നിങ്ങളറിയേണ്ടാത്ത കാര്യമൊന്നുമല്ല. എല്ലാവരോടത്തും പറയാൻ തന്നെ ഞാൻ വന്നേ. പറഞ്ഞപ്പോ ഇങ്ങനെ പോരാ. അതെനിക്കറിയായിരുന്നു ലെസി. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മയിരിക്കും വാസം? ഒന്നും പറയാനില്ല. നിങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വൈബൊന്നുമില്ല അവിടെ. പക്ഷെ നല്ല ശമ്പളമില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ അവിടെ നിൽക്കുന്നേ. ഇനി നീ തിരിച്ചു പോകുന്നുണ്ടോ? അതൊക്കെ ഉണ്ട്. എല്ലാരും കൂടി കഴിച്ചിട്ട് വാ, സമാധാനമായിട്ട് ഞാൻ പറയാം. നീ കഴിച്ചോ? ഇല്ല. എന്നാ വാ, നമുക്ക് കഴിക്കാം. ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് എത്ര നാളായില്ലേ? അപ്പൊ ഞാൻ പറയാൻ വന്നത്, അമ്മേ, എന്റെ അമ്മ. എന്താ സംഭവം? എന്റെ ക്യാബിനിലേക്ക് വാ. ഇവരെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ, ഇവരെന്താ ഇപ്പൊ ഇവിടെ? ഇവിടെ പട്ടി ചോയല്ലേ. അയ്യോ, ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നു. അയ്യോ, എന്നെ കൊല്ലല്ലേ. എന്റെ പല്ല് വേദന എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലുന്നില്ല. ഭാഗ്യം. ഡോക്ടർ എന്തെങ്കിലും ചെയ്യും. ക്യാബിനിലേക്ക് വാ. ദൈവമേ, എന്റെ പല്ലൊക്കെ പറിക്കേണ്ടി വരുമോ? ഞാനൊരു മരുന്ന് എഴുതി തരാം. നീ അത് കഴിച്ച വേദന മാറും. പല്ല് പറിക്കേണ്ട ആവശ്യം വന്നില്ലല്ലേ? പല്ലെന്തിനാ പറിക്കുന്നേ? അതൊന്നുമില്ല ഡോക്ടറെ. ഡോക്ടറുടെ പേരെന്നാ? ഡോക്ടർ ജാനി. ഓക്കെ. മരുന്ന് അവിടെ ചോദിച്ചാൽ മതി, മരുന്ന് തരും. ഓക്കെ ഡോക്ടർ. അവള് പോയാ? അവള് പോയി. ഭാഗ്യം, ഒന്ന് പോയി കിട്ടില്ല. നീ അവളുമായിട്ട് എന്താ ബന്ധം? അതിന് ചെറിയൊരു ബന്ധമുണ്ട്. എന്താടാ? അത് പിന്നെ എൻ്റെ കൂടെ പഠിച്ചതാ. പിന്നെ എന്തിനാ അവിടെ തല്ലാൻ വന്നേ? അതൊക്കെ ഒരു കാര്യമുണ്ട്, അതൊന്നും നീ അറിയണ്ട. ശരി. അല്ല, ഇതാരത് ലിസിയോ? അമേരിക്കൻ പാസം കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നാ? എടാ പറഞ്ഞിട്ടുണ്ട് എന്നെ ചേച്ചിന്ന് വിളിക്കാൻ പാടുള്ളൂ. ശരി, അങ്ങനെയൊക്കെയാണോ? അങ്ങനെയാണ്. കൊറേ നാളായാലും എന്താ പെട്ടെന്ന് ഇങ്ങോട്ടൊരു പോരല്ലേ? അത് പിന്നെ ഒരു കാര്യം പറയാനാ അവിടെ വന്നേ. എന്നാ കാര്യം? പറ. അത് പിന്നെ എന്റെ കല്യാണമായി.
സത്യമാണോ ലിസ നീ പറയുന്നത്? ആടാ സത്യമാണ്. സായിപ്പനാണോ? അല്ലല്ല, നാട്ടിലുള്ള ചെറുക്കനെ. ആഹാ, എന്നാ കല്യാണം? മെയ് 28. മര്യാദക്ക് ഒരാഴ്ച മുന്നേ വരണം കേട്ടോ. എൻ്റെ തറവാട്ടിലേക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി. ശരി. അപ്പൊ നമ്മള് പണിയെടുക്കാനാണോ നീ വിളിച്ചേ? ഒരാഴ്ച മുമ്പ് ഞങ്ങൾ ലീവ് എടുത്തിട്ട് വരാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. കുറച്ച് വീട്ടിലും കൂടി വിളിക്കാനുണ്ട്. ഓക്കെ. നിങ്ങൾ ഇറങ്ങിയോ? പല്ല് കാണിച്ചിട്ട് എന്നാ പറഞ്ഞേ? കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞേ. ഒരു ടാബ്ലറ്റ് തന്നിട്ടുണ്ട്, അത് കഴിച്ചോൻ പറഞ്ഞു. വരട്ടെ, വാശി കയറിയിട്ടല്ലേ? അല്ല മെറ്റല്ലേ പോയോ? ഞാൻ ഈ വഴിയിൽ അവളെ കൊണ്ടുവിടാൻ പോയി. നിങ്ങൾ കയറി? ആണോ? എന്നാ നമുക്ക് ഇറങ്ങാം. ആന്റി, നിങ്ങളായിരുന്നു കുറച്ചൊന്ന് അങ്ങോട്ട് വന്ന് കയറിയത്? ഞങ്ങളായിരുന്നു. അല്ല ചേച്ചി ഇപ്പോൾ നാട്ടിലേക്ക് വന്നേ? ഞാൻ കുറച്ച് ദിവസമായി വന്നിട്ട്. നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു. ആണോ? എന്താ വിശേഷം? അത് പിന്നെ എൻ്റെ കല്യാണമായി. കല്യാണം വിളിക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ടല്ലോ, ഇവിടെ തന്നെ പറയാലോ. എന്നാ കല്യാണം? മെയ് 28. ഒരു മാസം മുമ്പ് വരണം തറവാട്ടിലേക്ക്. ഞാനും കുറേ ആയി തറവാട്ടിലേക്കൊക്കെ പോയിട്ട്. അപ്പോൾ നമ്മൾ അമ്മ വീട്ടിൽ പോവാ? ഞാനും അമ്മ വീട്ടിൽ പോയിട്ട് കുറേ നാളായി. അമ്മച്ചിക്കൊക്കെ സുഖമാണോ? മോളെ സുഖമാണ്. അല്ല നീ അങ്ങ് വളർന്നു പോയല്ലോ പെണ്ണെ, കിട്ടിക്കാറായി. ഒന്ന് പോ അവിടുന്ന്. നിങ്ങൾ രണ്ടുപേരും ജോലിയൊക്കെ ഇങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്നു. ആൻറ്റി ഇപ്പോൾ വീട്ടിലാ? വർക്കിനൊന്നും പോകുന്നില്ല? ഇല്ലടി, ഞാനത് റിസൈൻ ചെയ്തിട്ട് കുറേ നാളായി വീട്ടിലിരിക്കുക. ഓക്കെ. അങ്കിളോ? അങ്കിളൊരു ബിസിനസ് ട്രിപ്പിന് പോയിട്ടുണ്ട്. നാളെ വരും. ഒരു മാസം മുമ്പ് എന്തായാലും വരണേ. വരാട്ടോ. നീ ഒറ്റയ്ക്കാണോ മോളെ വന്നേ? ആണ്. അമ്മയ്ക്ക് കാലുവേദനയാണെന്ന് പറഞ്ഞു. അവളുടെ മുട്ടുവേദന ഇതുവരെ മാറിയില്ലേ? ഇല്ല, ഇതുവരെ മാറിയിട്ടില്ല. ഡോക്ടറിൻ്റെ ഒക്കെ അടുത്ത് പോയി കാണിച്ചു, തിരുമ്മി വയ്ക്കുന്നുണ്ട്. ആണോ? എന്നാൽ പിന്നെ ശരി ആൻറ്റി, കുറേ വീട്ടിൽ കയറാനുണ്ട് ഇനി. എന്നാ പിന്നെ ഒറ്റയ്ക്ക് പോകണ്ട, ഗ്ലോറിയെ കൂടെ വിളിക്കും. എന്നാ പിന്നെ ഗ്ലോറി എൻ്റെ കൂടെ വരുന്നുണ്ടോ? പറയാനുണ്ടോ? ഞാനിതാ വരുന്നു. അമ്മേ, എന്നാ പിന്നെ ഞാൻ കൂടെ പോവാം. പെണ്ണുങ്ങളെ, ഞാൻ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ ഫോൺ എടുക്കാതിരുന്നേ. അത് പിന്നെ ഞങ്ങൾ പെട്രോൾ പമ്പിലായിരുന്നു. എന്നാ പിന്നെ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ചുകൂടായിരുന്ന? അതിന് ഞങ്ങൾ പെട്രോൾ അടിക്കാനല്ല പോയത്, ടോയ്ലറ്റിൽ പോകാനായിരുന്നു. എനിവേസ്, എന്തായാലും നിങ്ങൾ വേറെ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? പിന്നെ അടിപൊളി അല്ലായിരുന്നോ? ഞാൻ ഛർദിച്ച് ഓ മൈ ഗോഡ്. അതേടി, ഇവൻ ഛർദിച്ച് എനിക്ക് ചിരി വരുന്നത് ഇപ്പൊ. എന്നിട്ട് ഞാൻ നീ മുഖം വെച്ചാലോ കേട്ടെ. അങ്ങനെ കേട്ടോ? ഞാനങ്ങനെ കരഞ്ഞോണ്ടൊക്കെ ചിരിക്കാറുള്ളത്. നിങ്ങൾ ടയേർഡാണെന്ന് എനിക്ക് അറിയാം. വാ കേറ് അകത്തോട്ട്. വാ കേറ്, മഴ പെയ്യുന്നുണ്ട്. ലിസാമോ, ഫ്ലവർ വേസ് കിട്ടി. അവിടെ നിക്ക്, ഞാനും കൂടെ വരട്ടെ. ഞാനാണല്ലോ ഫസ്റ്റ് വന്നേ. നീ ഉണ്ടെന്ന് വിചാരിച്ചു ഞാൻ ആ സാധനത്തിൽ നിന്റെ കൂടെ വിട്ടെ. പിന്നെ അവള് കുഞ്ഞു പിള്ളയൊന്നല്ല, അവള് ഇവിടെ നിന്നോളൂ. ഹായ് ഡോക്ടർ. ഇതാണടാ എന്റെ കസിൻസ്. ഇതിനെ എനിക്കറിയാം. എനിക്ക് ഡോക്ടറെ അറിയാം. ഞാനും ഒരുക്കുന്നു ഈ സാധനം. അവനോട് മിണ്ടുന്നുണ്ട്. വാ നമുക്ക് പോവാം. പോവാം. എന്നാ പിന്നെ ഞങ്ങൾ ഈ പൂ കൊണ്ട് വെച്ചിട്ട് വരണേ. ഓക്കെ, കൊണ്ടുവച്ചിട്ട് പാടി. ബൈ ബൈ. നിന്നോടല്ലേടി വരാൻ പറഞ്ഞേ?
അവിടെ നിന്ന് ഇങ്ങോട്ട് വാ. ഇതിനെ ഇവിടെ ബൊക്കെ ഉണ്ടാക്കുവാണോ? ആ, കല്യാണത്തിന് കാറിൽ വെക്കാറുള്ള ബൊക്കെ. ഇല്ലടി, ഇതേതാടെ ചെറുക്കൻ? എടി നിന്നോടൊക്കെ ലിസ എന്ന് പറയാനില്ല, ഒരു സുന്ദര ചെറുക്കൻ. ആ, നീ പറഞ്ഞില്ലേ? ആ, നല്ല രസമുണ്ട് ഇവനെ കാണാൻ. ഞാൻ പറഞ്ഞില്ലേ? എനിക്ക് വയ്യ ചമ്മന, കിട്ടിയതാ ഇത്. ഒക്കെ പറയുന്നത് അല്ലടാ, നിന്നെ കാണാൻ നല്ല രസമാ. അല്ലടാ, നീ എന്റെ അനിയത്തിനെ കണ്ടിട്ടില്ലല്ലോ. ആടി, ഞാൻ കണ്ടിട്ടില്ല. ഏതാ? ആ, ഇതാ ഈ കിടക്കുന്ന കിളവിയാണ് എന്റെ അനിയത്തി. എങ്ങനെയുണ്ട്? ഇതാണോ ഈ സുന്ദരി പെണ്ണാണോ? എന്നെക്കാളും സൗന്ദര്യമൊന്നുമില്ല. നിന്നേക്കാൾ ഇരട്ടി സൗന്ദര്യം ഉണ്ടാവും. എന്നാ പിന്നെ മോനെ കൊണ്ട് അവളെ കെട്ടിക്കട്ടെ. എന്റെ കല്യാണം കഴിയാതെ ആരും കെട്ടണ്ട. എന്നെക്കാളും ഇളയത് അവള്. അപ്പൊ എന്റെ കല്യാണം ഫസ്റ്റ്. എന്നെ സൗന്ദര്യത്തിൽ പൊക്കി പറഞ്ഞ് നിനക്ക് അസുഖമായിട്ടല്ലടി. ആരാ പറഞ്ഞേ? രണ്ടിനെ കല്യാണം കഴിപ്പിച്ചു വിടുന്നില്ല. പോരെ. എന്റെ ദൈവം, നീ എന്തിനാ പറയാൻ പോകും? ഞാൻ കോംപ്ലിമെന്റ് ചെയ്തതല്ലേ. ഏതെങ്കിലും ഡാൻസ് പഠിക്കണ്ടേ? ഞങ്ങളെ കൊണ്ട് കൂട്ടോ ഡാൻസ്. നീയൊക്കെ ഉണ്ട് ഒരു കപ്പിൾ ഡാൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് ടീച്ചർ എന്ന് വരും? ഇന്ന് തന്നെ വരുമായിരിക്കും. ചേച്ചിയുടെ ഫ്രണ്ട്സ് വരുമെന്ന് പറഞ്ഞില്ലേ? അവര് വരാറായോ? ആ, അവരിവിടെ എത്തിയെന്ന് പറഞ്ഞ. പെട്ടെന്ന് തന്നെ എത്തുമായിരിക്കും. ഇപ്പൊ നമ്മളറിയില്ലാത്ത ഫ്രണ്ട്സ് ഒക്കെ നിനക്ക് കൊണ്ടോടി. നമ്മുടെ കൂടെ കോളേജിൽ പഠിച്ച കുറച്ച് പേരാ. ഹായ് ഗൈസ്, ഞാൻ വന്നു. ഫ്രഷ് ആയിട്ട് വേഗം ഡാൻസ് പഠിക്കുന്നുണ്ട്. ആ, ഞാൻ പോയത് ഫ്രഷ് ആവട്ടെ. ഞാനും പോയിട്ട് റെഡി ആയിട്ട് വരാം. അല്ല, കപ്പിൾ ഡാൻസിന് പുറത്തുനിന്ന് ടീച്ചറാണോ വരുന്നത്? ആ, ടീച്ചറാ വരുന്നത്. എന്തായാലും ഇന്ന് വരുമെന്ന് പറഞ്ഞു. നാളെ. ഓ, ഓക്കെ. അപ്പൊ അതിന്റെ പേര്? പേരൊക്കെ ടീച്ചർ തീരുമാനിക്കായിരിക്കും. എന്നാ പിന്നെ ഞാൻ നിന്റെ പേരായിക്കോട്ടെ. ആ, ഓക്കെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. താങ്ക് യു. ഇതിനെക്കാളും അടിപൊളിയായിരിക്കണം കേട്ടാ. അല്ലേലും നീ സുന്ദരിയല്ലേ. എന്തേലും പറഞ്ഞു ഇപ്പോ? ചായ അടിപൊളിയാന്ന് പറഞ്ഞു. നമ്മളില്ലേ ആ കപ്പിൾ ഡാൻസിന് ഡാനിയേട്ടൻ എന്റെ പേരാവോ? ഡാനിയേട്ടൻ എന്റെ പേരാവെന്ന് പറഞ്ഞല്ലോ. എപ്പോ? ആ, ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു. കേട്ടില്ലേ? നീ പോയിട്ട് വേറെ ആരെ നോക്ക്. വേണമെങ്കിൽ എന്റെ പേരായി. ഓ, എന്നാ പിന്നെ ഫെലിക്സ് ഇച്ചായന്റെ പേരായിക്കോളൂ. മൈ ഗോഡ്, എന്നെയാണോ ഇച്ചായെന്ന് വിളിച്ചേ? ആ,
എന്തേ ഇഷ്ടപ്പെട്ടില്ലേ? ഓ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി എങ്ങനെ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഉം. എന്നാ പിന്നെ എന്നെ ഡാനിച്ചാന്ന് വിളിച്ചാൽ മതി. ഡാനിയിട്ടും കൊള്ളില്ല. ആ ഓക്കെ. നീയും വിളിച്ചോ? പിന്നെ നിന്റെ പട്ടി വിളിക്കും. ഓന്ത് മാറുന്നോടെ നിറം മാറുന്നു. ആ, ശരിയാക്കി എടുക്കാം. ഹായ് ഗൈസ്, നിങ്ങൾ എല്ലാവരും എന്നെ കൂട്ടത് ചായ കുടിച്ചില്ലേ? ഞാൻ നീ വരാതെ ചായ കുടിച്ചില്ല. ഓ നന്നായി. എന്നാ പിന്നെ എല്ലാവരും ചായ കുടിച്ചിട്ട് വാ, പ്രാക്ടീസ് ഉണ്ട്. ലിസാമ എന്തി? ഓ ലിസയോ, അവളുടെ വെഡിങ്ങിന്റെ ഡ്രസ്സ് നോക്കാൻ വേണ്ടി അവളുടെ ചെറുക്കനും കൂടെ പോയേക്കുക. കറക്റ്റ് ആണെന്നൊക്കെ നോക്കണ്ടേ. ഓക്കെ, ഞാനാണ് നിങ്ങളുടെ പുതിയ ഡാൻസ് ടീച്ചർ. എന്റെ പേര് നിക്കി. ഇത് സോഫി. സോഫി അല്ല, സോവി. അല്ല, അപ്പൊ ഡാൻസ് നിങ്ങൾ എങ്ങനെ? ഞങ്ങൾ ഫസ്റ്റ് കാണിച്ചു തരാം. ഇത് നല്ല രസമുണ്ടെന്ന് നമുക്ക്. എനിക്കിത് കളിക്കാൻ പറ്റൂ. ശരിയാ, എനിക്കിത് കണ്ടിട്ട് എനിക്കും കളിക്കാൻ പറ്റില്ല തോന്നുന്നു. ആക്ച്വലി ഇതൊരു കപ്രോസിന് കളിക്കാൻ പറ്റിയതാ. എനിക്കും ഗ്ലോറിക്ക് വേണ്ട. എനിക്കും ഇത് എനിക്കും വേണ്ട. എന്നാ പിന്നെ ഹോബിച്ചിന് റീനു ആയിക്കോട്ടെ. എനിക്ക് പറ്റില്ല. എനിക്ക് പറ്റും. എന്നാ പിന്നെ ഹോബിച്ചിന് തന്നെ ആയി. എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞില്ല. അതിന് നിനക്ക് പറ്റാത്തെ. ഇവര് രണ്ടും പേര്. ഇതൊക്കെ എന്ത്? रोमियो रोमियो कल के रोमियो भोले शक्ल वाले सारे के सारे परे पियो रोमियो रोमियो भड़के प्रेमियो काहे गले पड़े हो बिन बुलाए बारातियों ले तो गई गले जा संग में हमर ले जा ये तो चोरी से है सीना चोरी कभी लगे मोनालिसा कभी कभी लगे लोलिता और कभी जैसे कादम्बरी हाय मेरी परम 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 सुंदरी हाय मेरी परम 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 सुंदरी सर से पैर तलक बेतहाशा हुस्न से भरी ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇങ്ങനെ കറങ്ങിയിട്ട് മാറണം. അവരുടെ പേര് മാറണം. ഇപ്പൊ ഞാനും സോഫി ആണെങ്കിൽ നീയും സോവി ആയിരിക്കും. മനസ്സിലായി? അതെന്തിനാ? അതങ്ങനെയാണ്. എനിക്ക് കുഴപ്പമില്ല കേട്ടോ. എന്താണ് നീ ഇങ്ങനെ കളിക്കുന്നത്? ഞാനും നീ മാത്രല്ല. Jealousy, jealousy. You're the only one I see. Jealousy, jealousy. എടാ, നീ എന്തിനാടാ ഇപ്പോഴും എന്നോട് ആ ദേഷ്യം വെച്ചിരിക്കുന്നത്? അന്ന് നടന്നതൊന്നും നിനക്ക് പെട്ടെന്ന് മറന്നു കളയാൻ പറ്റും. പക്ഷെ അന്നത്തെ വേദന എനിക്ക് മാത്രമേ അറിയുള്ളൂ. അന്ന് നീ ഇട്ടിട്ട് പോയപ്പോ എന്തൊരു വിഷമിച്ചെന്നറിയാം. അന്നത്തെ ബ്രേക്കപ്പ് ശരിക്കും ശരിക്കും
എൻ്റെ തെറ്റായിരുന്നു. സോറി. സോറി ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് കാര്യം. മറ്റുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ കുറച്ചൊക്കെ ഫുള്ള് റൂമേഴ്സ് ആയിരുന്നു. എനിക്ക് പിന്നെ സഹിക്കാൻ പറ്റുമായിരുന്നു. എല്ലാവരും എന്നോട് പറഞ്ഞു ബ്രേക്കപ്പ്. ആ മറ്റവളുടെ ആ സ്നേഹിൻ്റെ വലയപ്പെട്ടു പോയി. അല്ലെങ്കിൽ ഞാൻ ഈ തീരുമാനം എടുക്കില്ലായിരുന്നു. പ്ലീസ് എനിക്ക് നീ എന്താ എന്നെ വിളിച്ചേ? അതെനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഓക്കെ പറ. നീ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. എനിക്ക് നിന്നെ വന്നപ്പോൾ തൊട്ട് ഭയങ്കര ഇഷ്ടം. ഐ ലവ് യു സോ മച്ച്. എന്ത്? അത് പിന്നെ ബോയ് ഫ്രണ്ട് ഉണ്ടാവില്ലേ? അപ്പോൾ ഞാൻ സിംഗിളും, പക്ഷേ റെഡി ടു മിങ്കിൾ. കണ്ണിലിന്നും ഒരു മിന്നാമിന്നി കുഞ്ഞു തുമ്പിയായി മിന്നും ഇവളി നെഞ്ചിലിന്നും എന്നോമൽ കുഞ്ഞാണേ. പിച്ച വെച്ചരാ നേരം തൊട്ടേ എന്തിരൽ തുമ്പിലെന്നും തൂങ്ങി കുഞ്ഞു മോഹങ്ങൾ കാണും പെണ്ണാടേ. നിൻ കുറുമ്പുകൾ കുറുതലോടലായി കൂട്ടുനിന്ന കാലം ഈ കുഞ്ഞു കണ്ണിലെ പുഞ്ചിരി കണ്ടു ഞാൻ. വർണ്ണമേറിയ മുങ്ങൾ ചേരും മാരി വെള്ളിനഴകേ, മൈലാഞ്ചി രാവിൽ നാളം കണ്ടില്ലേ. ഇന്നു നിന്നെ പുഞ്ചിരിക്കിതാ പഞ്ചു വന്ന കാലം ഷഹനായി പാടുവാൻ കൂട്ടിയല്ലേ. കണ്ണിലെന്നും ഒരു മിന്നാമിന്നി കുഞ്ഞു തുമ്പിയായി മിന്നും ഇവളി നെഞ്ചിരുന്നും എന്നോമൽ കുഞ്ഞാണേ. പിച്ച വെച്ചരാ നേരം തൊട്ടേ എന്തിരൽ തുമ്പിലെന്നും തൂങ്ങി കുഞ്ഞു മോഹങ്ങൾ കാണും പെണ്ണാടേ. പല നാളായി ഞാനിതു മനസ്സിൽ കൊണ്ടു നടന്ന കിനാവാണേ. നിറമുള്ളൊരു നോവായി ഇന്നിതു കണ്ടു ചിരിക്കുന്നേ. നിഴലായി കൂടെ നടക്കാൻ ഇന്നും വീട്ടിൽ നീയില്ലെങ്കിൽ അമ്മയ്ക്കിനി തല്ലു പിടിക്കാൻ ആരാലച്ചെന്നേ. You smile at everyone the same, but my heart still calls your name. Every laugh you share with her leaves my thoughts in such a blur. I try to hide what's deep inside, but my feelings never lie. Jealousy, you're breaking me. Every glance ഈശ്വര ഇവളെന്നെ ഇങ്ങനെ നടക്കുന്നത്. നീ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ ഏതാ? നിന്റെ ഭർത്താവ്. ആഹാ, എന്റെ ഭർത്താവ് ഡാനി ചായന. നീ പിന്നെ വിളിച്ച ഡാനി ചായ. ജാനിജന്റെ ഭാര്യ കുടിക്കല് നിർത്ത. ഡാനി ചെന്ന ഭാര്യ കുടിക്കുമേ.
जाए बात थम जाए വാ റൂമിലേക്ക് ആക്കിട്ട് ഡാനീച്ച നല്ല ख्वाहिशें जगी है प्यासे प्यासे लबों पे खुद को എടാ എന്തിനാണ് മറ്റവളോട് അപ്പൊ സംസാരിക്കുന്നത്? ആർക്കും എന്തൊക്കെ എന്തിനാ ഇത്ര തോന്നിരുന്ന അയ്യോ എന്റെ സ്വന്തമാ. आज मेरे समा जा जाने क्या होना ഐ ലവ് യു ഡാനീച്ച. करीब से जो पल मिले नसीब से आजा जरा നീ ഇങ്ങനെ ഇരിക്കുന്നത്? എനിക്കൊരു കുഴപ്പമല്ലോ. സാരി എടുത്തിട്ട് ലിസയുടെ റൂമിൽ വാ, നമുക്ക് മേക്കപ്പ്. ആ ഇടാ. അല്ലല്ല, നിങ്ങളിപ്പോ ഡേറ്റിംഗാ? അവര് ഡേറ്റിംഗ് ആയിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ നിങ്ങളും ഓഫ് കോഴ്സ് ഡേറ്റിംഗ്. എന്താ ഇങ്ങനെ ചിരിക്കുന്നേ? അപ്പൊ ഇന്നലെ പറഞ്ഞത് പ്ലീസ് ഇവിടെ പറയരുത്. എന്താ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത്? അപ്പൊ നമ്മൾ തമ്മിൽ ഡേറ്റിംഗ് അല്ലെങ്കിൽ സോഫിയുടെ കൂടെ പോകും. പിന്നെ പ്രത്യേക സാഹചര്യം. ഇനി നമുക്ക് മെയിൻ സീനിലേക്ക് പോവാം. വെഡിങ്. Isn't the best place to find a lover, so the bar is where I go. Me and my friends at the table doing shots, drinking fast till we talk slow. Come over and start a conversation with just me, and trust me, I'll give it a chance. Now take my hand, stop the venom and on the jukebox, and then we start to dance. And now I'm singing like, girl, you know I want your love. Your love was handmade for somebody like me. Come on now, follow my lead. I may be crazy, don't mind me. Say, boy, let's not talk too much. Grab on my waist and put that body on me. Come on now, follow my lead. Come on now, follow my lead. I'm in love with your body. 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 Now I'm bed sheets smell like you. Everything
your body. ഇത്രയുള്ളവരുടെ കഥ ഇത്രയുള്ളൂ.